നമസ്കാരം. പത്തനാപുരത്താണ് സംഭവം. പത്തനാപുരം ടൗണിൽ നിന്നും പത്തനാപുരം ടൗണിൽ നിന്നുമാണ് ഇപ്പോൾ യുവാക്കളെ MDMA അടങ്ങിയ മാരകമായ മയക്കുമരുന്നുമായി പിടികൂടിയത്. പത്തനാപുരം ടൗണിലെ ഒരു ഫ്ലാറ്റിൽ കുടുംബസമേതം താമസിക്കുന്ന ഒരാളിൽ നിന്നും ആണ് ഇപ്പോൾ പോലീസ് പിടികൂടിയത്. ഈ ആളിൻ്റെ കൂടെ 4 പേർ, മറ്റ് 3 പേരും കൂടെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 4 പേരാണ് ഈ ഒരു സംഘത്തിലുള്ളത്. ഇപ്പോൾ SP ഓഫീസിൽ നിന്ന് സ്പെഷ്യൽ എസ്ഡോഗ് പോലീസാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 16 ഗ്രാം MDMA ആണ് ഇവരുടെ കൈവശത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് അതിൻ്റെ പ്രാഥമിക നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രഭുദാസ്, അല്ലമീൻ, ആഷിഖ് മുഹമ്മദ്, മജീദ് എന്നീ സ്വദേശികളുടെ, പത്തനാപുരം സ്വദേശികളുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ ഈ MDMA മയക്കുമരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. പോലീസാണ് ഇപ്പോൾ ഈ ഒരു ഫ്ലാറ്റിൽ എത്തി അവരിൽ നിന്ന് ഈ MDMA എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് അതിൻ്റെ പ്രാഥമികമായ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പത്തനാപുരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇത്തരത്തിലുള്ള സംഘങ്ങൾ വളരെ അധികം പത്തനാപുരം ഭാഗമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പത്തനാപുരം പിടവൂരിൽ നിന്നും കഞ്ചാവുമായി പോയ ഒരു ആംബുലൻസ് വാഹനം പിടിച്ചത്. അതിൽ നിന്നും കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ പിടിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പത്തനാപുരത്ത് ഇപ്പോൾ സംഭവിച്ചത്. ഇന്ന് ഉച്ചയ്ക്കാണ് പോലീസ്, രഹസ്യ പോലീസാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത്. 16 ഗ്രാം MDMA ആണ് ഇപ്പോൾ ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊരു ഫ്ലാറ്റാണ്. പത്തനാപുരം മൗണ്ട് താബൂർ സ്കൂളിന് സമീപം, ഗ്രൗണ്ടിന് സമീപമുള്ള ഒരു ഫ്ലാറ്റിലാണ് ഈ ഒരു ഫ്ലാറ്റിൽ നിന്നുമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഏകദേശം 16 ഗ്രാം MDMA ആണ് ഈ ഒരു ഫ്ലാറ്റിൽ നിന്നും ഈ 4 യുവാക്കളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. യുവാക്കൾ പ്രഭുദാസ്, അല്ലമീൻ, ആഷിഖ് മുഹമ്മദ്, മജീദ് എന്നീ യുവാക്കളാണ്. പത്തനാപുരം സ്വദേശികളാണ് ഇവർ 4 പേരും. ഇവരിൽ നിന്നുമാണ് ഈ 16 ഗ്രാം MDMA ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രാഥമികമായ നടപടികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും പത്തനാപുരത്തെ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ സംഘങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നുവെന്ന വസ്തുത സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പത്തനാപുരം പിടവൂരിൽ നിന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസിൽ നിന്നും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ നിറഞ്ഞ ആംബുലൻസ് പിടിച്ചത്. അതിൽ ഏകദേശം 3ഓളം യുവാക്കളായിരുന്നു ആ ആംബുലൻസിലും ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ പത്തനാപുരം ടൗണിൽ നിന്നുമാണ് ഇപ്പോൾ ഈ ഒരു ലഹരി മാഫിയ സംഘത്തെ പിടിച്ചിരിക്കുന്നത്. ഏകദേശം 4ഓളം യുവാക്കളാണ് ഈ ഒരു സംഘത്തിലുള്ളത്. പ്രഭുദാസ്, അല്ലമീൻ, ആഷിഖ് മുഹമ്മദ്, മജീദ് എന്നീ 4 യുവാക്കളാണ് ഈ ഒരു സംഘത്തിലുള്ളത്. ഈ യുവാക്കളെ ഇപ്പോൾ പോലീസ് പ്രാഥമികമായ രീതിയിൽ അവരുടെ വിവരങ്ങളൊക്കെ എടുക്കുകയാണ്. ഇപ്പോൾ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പത്തനാപുരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പത്തനാപുരം കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങൾ ധാരാളമായി കൂടുന്നു എന്ന ഒരു വാർത്തയാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. 16 ഗ്രാം MDMA ആണ് ഇപ്പോൾ പത്തനാപുരം ടൗണിൽ നിന്നും, ടൗണിൻ്റെ സെൻറ്റ് സ്റ്റീഫൻസ് ഗ്രൗണ്ടിന് സമീപത്തുള്ള ഫ്ലാറ്റിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഫ്ലാറ്റ് പത്തനാപുരം സ്വദേശിയുടെ ഉടമസ്ഥതയുള്ള ഫ്ലാറ്റാണ്. ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ അംഗത്തിൽ നിന്നുമാണ് ഈ 4 പേർ അടങ്ങുന്ന സംഘത്തിൽ ആ അംഗവുമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഒരു ഫ്ലാറ്റിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കുടുംബത്തെ വീടുകളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മറ്റ് 3 കൂട്ടുകാരെ ഈ ഫ്ലാറ്റിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു
ലഹരി മാഫിയ പ്രവർത്തനം നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രഭുദാസ്, അല്ലമീൻ, ആഷിഖ് മുഹമ്മദ്, മജീദ് എന്നീ ആളുകളെയാണ് ഇപ്പോൾ ഈ പത്തനാപുരം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രാഥമിക നടപടികളാണ്. പത്തനാപുരം SI ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോൾ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. മുഖം കാണിക്കാൻ ഇപ്പോൾ സാധിക്കില്ല. ഇവരെ കൊണ്ടുവരുമ്പോൾ മാത്രം മുഖം കാണിക്കാൻ സാധിക്കൂ. ഇത് അകത്തതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രതികളുടെ മുഖം നമുക്കിപ്പോൾ കാണാൻ പറ്റാത്തത്. നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതികളെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിലധികമായി ഈ പോലീസ് എത്തി ഇതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തി വരികയായിരുന്നു. ഉള്ള അന്തിമഘട്ടത്തിലാണ്. ഉടൻ തന്നെ പ്രതികളെ പുറത്തേക്ക് എത്തിക്കും, ഈ റൂമിന് വെളിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 പ്രതികളാണ് ഇവരുണ്ടായിരുന്നത്. മജീദിൻ്റെ നേതൃത്വത്തിലാണ് ഈ പത്തനാപുരത്തെ ഈ ലോഡ്ജിൽ മുറിയെടുത്തിരുന്നത്. മജീദിൻ്റെ ഭാര്യ ഇല്ലാതിരുന്ന തക്കം നോക്കിയാണ് മറ്റ് 3 സുഹൃത്തുക്കൾ ഈ റൂമിലെത്തി MDMA ഉപയോഗം നടത്തി വന്നത്. ഇതിനിടയിലാണ് പോലീസ് രഹസ്യമായി എത്തി ഇവിടെ പിന്തുടർന്നെത്തി ഇവിടെ നിന്ന് അതീവ രഹസ്യമായി ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. 16 ഗ്രാം MDMA ആണ് ഇപ്പോൾ ഇവരുടെ പക്കൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. കൊല്ലം റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് ഇവരെ ഇവിടെ നിന്നും പിടികൂടിയത്. വളരെ രഹസ്യമായി തന്നെ എത്തി ഇവരെ പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ഇവർ രഹസ്യ പോലീസിൻ്റെ വലയിലായിരുന്നു, നിരീക്ഷണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു ഉറപ്പായതോടുകൂടി ഇവിടെ ഇത്തരത്തിൽ MDMA ഈ റൂമിൽ ഉപയോഗിക്കുന്നു എന്നുള്ള വിവരത്തെ തുടർന്ന് പോലീസ് എത്തി ഇവരെ പിടികൂടിയത്. 5 അംഗ നിരീക്ഷണ ഡാൻസ് ഓഫ് സംഘമാണ് ഇപ്പോൾ ഇവരെ പിടികൂടിയിരിക്കുന്നത്. അതിനുശേഷം പത്തനാപുരം പോലീസിനെ പ്രതികളെ പത്തനാപുരം പോലീസിന് കൈമാറിയിരിക്കുന്നു. പത്തനാപുരം പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഈ മുറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രതികളായിട്ടുള്ള 4 പ്രതികളിൽ 2 പേർ നിരവധി ക്രിമിനൽ കേസുകളിലും ഒരാൾ മുൻ കഞ്ചാവ് കേസിലും പ്രതിയായിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇതിനകത്തിപ്പോൾ 4 പ്രതികളാണ് ഉണ്ടായിരുന്നത്. മജീദായിരുന്നു കഴിഞ്ഞ 1.5 വർഷത്തോളമായി ഈ മുറിയിൽ ഭാര്യ കുടുംബത്തോടൊപ്പം താമസിച്ചു വന്നത്. അതിനുശേഷം മറ്റ് 3 പ്രതികൾ ഇവിടേക്ക് എത്തുകയായിരുന്നു, ഈ മുറിയിലേക്ക് എത്തുകയായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഇന്ന് ഉച്ചയ്ക്കാണ് ഈ പ്രതികളെ ഈ മുറിയിൽ നിന്നും പോലീസ് പിടികൂടുന്നത്. രാവിലെ മുതൽക്ക് തന്നെ ഇവിടെ പിന്നാലെയായിരുന്നു ഡാൻസ് ഓഫ് സംഘം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി റൂമിലെത്തി ഇവരെ കൂട്ടുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് കൊട്ടാരക്കര ന്യൂസിലൂടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന പോലെ പത്തനാപുരമാണ്. പത്തനാപുരം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കൊല്ലം റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള രഹസ്യ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഒരു സംഘത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിൽ പത്തനാപുരം മൗണ്ട് താബോർ ഗ്രൗണ്ടിന് സമീപത്തുള്ള ഒരു ഫ്ലാറ്റിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഫ്ലാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബം അവിടെ നിന്നും പോയി സാധനം ഈ ഒരു ലഹരി മാഫിയ സംഘത്തെ പോലീസ് ഏകദേശം മാസങ്ങളോളം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് ഗ്രൗണ്ടിന് സമീപത്തുള്ള ഒരു ഫ്ലാറ്റിലാണ്. ഈ ഫ്ലാറ്റിൽ മജീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബം ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. ഈ കുടുംബത്തെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം മജീദിൻ്റെ കൂട്ടുകാരായ മറ്റ് 3 ആളുകൾ ഈ സ്ഥലത്ത് എത്തി ഇവിടെ നിന്നും MDMA പോലെയുള്ള മാരകമായ ലഹരി മരുന്നുകൾ വിപണനം നടത്തുകയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും ഈ വിവരങ്ങളൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും കൃത്യമായ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും കണിശമായ നടപടി ഉണ്ടാകുന്നു. ഈ 4 അംഗങ്ങളെ 4 പേരടങ്ങുന്ന ഈ അംഗത്തെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഏകദേശം മാസങ്ങളോളം ഈ യുവാക്കളെ പോലീസ് നിരീക്ഷിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തനാപുരം സ്വദേശികളാണ് ഈ 4 പേരും എന്നാണ് നമുക്ക് മനസ്സിലായത്. 16 ഗ്രാം MDMA ആണ് ഈ യുവാക്കളിൽ നിന്നും 16 ഗ്രാമോളം വരുന്ന MDMA ആണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രഭുദാസ്, അല്ലമീൻ, ആഷിഖ് മുഹമ്മദ്, മജീദസ് എന്നീ യുവാക്കളാണ് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റിലായിരിക്കുന്നത്. പത്തനാപുരം മൗണ്ട് താബൂർ ഗ്രൗണ്ടിന് സമീപത്തു നിന്നുള്ള ഒരു ഫ്ലാറ്റിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് രഹസ്യ പോലീസ് കൊല്ലം റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള രഹസ്യ പോലീസ് ഇവരെ വാച്ച് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഏകദേശം മാസങ്ങളോളം ഈ യുവാക്കളെ വാച്ച് ചെയ്താണ് ഇപ്പോൾ ഈ ഒരു പ്രതികളിലേക്ക് ഈ പോലീസ് എത്തിയത്. അങ്ങനെ ഇവിടെ നിന്നും ഈ പ്രതികളെ കൈയോടെ എടുക്കുകയായിരുന്നു. 4ഓളം പേരടങ്ങുന്ന ഒരു സംഘത്തെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാൻ സാധിച്ചത് വളരെ നിർണായകമായ ചില വിവരങ്ങൾ, ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 16 ഗ്രാമോളം വരുന്ന MDMA ആണ് ഈ പ്രതികളിൽ നിന്നും ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വളരെ ഹലോ എന്തായാലും ഏകദേശം മാസങ്ങളോളം നിരീക്ഷണത്തിലായിരുന്നു ഈ യുവാക്കൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഫ്ളാറ്റിന്റെ ഉടമ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കും. സാർ എങ്ങനെയാണ് ഇവരെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? എന്താ ഈ ഇപ്പം പത്തനാപുരം ഗവൺമെന്റ് സെന്റ് സ്റ്റീവൻസ് സ്കൂളിന്റെ ഓപ്പോസിറ്റ് സ്കൂളിന്റെ ഗ്രൗണ്ടിന് ഓപ്പോസിറ്റുള്ള AKB പെയിന്റ് ഹൗസിന്റെ മുകളിലത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഡെയിലി ഇപ്പോൾ ഫാമിലിയായിട്ട് വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണ്. ഒരു കുട്ടിയും ഒരു സ്ത്രീയും ഒരു പുരുഷനും. കുണ്ടയ സൈഡിലുള്ളവരാണ്. അവർക്ക് ഫാമിലിയായിട്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ ഇതിനകത്ത് ഇങ്ങനെ മറ്റു കൂട്ടുകാർ വരുന്നതൊന്നും നമ്മൾ അറിയില്ല. 3-ാം നിലയായിട്ട് നമ്മൾ കയറി നോക്കാറുമില്ല. ഫാമിലിക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല എന്നുള്ള രീതിയിൽ അവർ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്നിപ്പം പോലീസ് വന്നിട്ട് അവർ എന്തോ മയക്കുമരുന്ന് ഏതാണ്ട് പിടിച്ച് അവർ ഉപയോഗിക്കുന്നെന്നോ സെയിൽ ചെയ്യുന്നെന്നോ അറിയില്ല. എന്താ വാസ്തവം എന്താണെന്ന് അറിയില്ല. ഒരു പോലീസ് വന്ന് എന്നെ വിളിപ്പിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഈ കുടുംബത്തോട് താമസിക്കുന്ന ആൾക്കാരെ ഇവിടെ ഇല്ലായിരുന്നു. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ 3-ാം നില ആയതുകൊണ്ട് നമ്മൾ ഡെയിലി ഫാമിലിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഫ്ളാറ്റിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് നോക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. ഏതായാലും അവര് ഫാമിലിയായിട്ടാണ് എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഞാൻ അവർക്ക് അനുവദിച്ചു കൊടുത്തത്. ഇങ്ങനെയുള്ള ബിസിനസ്സാണ് ഇവിടെ നടന്നതെന്ന് മനസ്സിലാക്കാൻ എന്ത് തോന്നുന്നു? അവനെ അപ്പോഴും പിടിച്ചിറക്കി വിടാൻ തോന്നുന്നു. പിന്നെ അല്ലാതെ എന്ത് ചെയ്യാനാ? പോലീസ് ഇപ്പം നടപടി എടുക്കുന്നുണ്ട്. പോലീസ് സാധനം കണ്ടുകെട്ടി കേസ് എടുക്കുന്നുണ്ട്, മാസർ എഴുതുന്നുണ്ട്. അവന്മാരെ ഇപ്പം ഇല്ലില്ല, എനിക്കങ്ങനെ ഒരു സംശയമില്ല. കാരണം രാവിലെ നമ്മൾ വന്നാലും താഴെ കടയിലിരിക്കുകയേ ഉള്ളൂ. നമ്മൾ മേളിൽ ഫ്ലാറ്റിൽ താമസത്തിന് കൊടുത്തിട്ട് പിന്നെ പ്രത്യേകിച്ച് ഫാമിലി ഒരു കൊച്ചു ഉൾപ്പെടെ താമസിക്കുന്നിടത്ത് നമ്മളിങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നില്ലല്ലോ. നമ്മൾ അങ്ങനെ ഒരു മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു സംഭവമാണ് ഇത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. പോലീസിന്റെ നടപടി കഴിഞ്ഞ ഉടനെ അവർ ഇറക്കി വിടുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം.
വാടകയൊക്കെ കൃത്യമായി തരുന്നു? വാടക ഇപ്പൊ കഴിഞ്ഞ മാസം ഈ മാസം തന്നില്ല. മെനഞ്ഞാന്ന് വൈകുന്നേരം എന്റെ മോൻ വിളിച്ച് ചോദിച്ചായിരുന്നു, വാടക വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞായിരുന്നു. വേറെ പെൻഡിങ് ഒന്നുമില്ല. ഇല്ല. പെരുമാറ്റത്തിലൊക്കെ വലിയ സൗമ്യനായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ബാത്റൂമിന്റെ ഒരു ലീക്കേജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. വന്നിട്ടുണ്ടെ അയാൾ ഭാര്യയും മകളെയും വേറെ അവരുടെ കുടുംബ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ട് അയാൾ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. അന്നേരം ഞാൻ ഇവിടെ കയറി വന്നതാണ്. അന്നേരം ഒന്നും ഒരു സംശയവും വരത്തക്ക രീതിയിലുള്ള ഒരു പെരുമാറ്റവും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഫ്ളാറ്റിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹം ഈ ഒരു സംഭവം അറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒരു ഫാമിലി ആയിരുന്നു ഇവിടെ വന്നത്. അതിനുശേഷം ഈ സുഹൃത്തുക്കൾ ഇവിടെ വരുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ ഫ്ളാറ്റിലെത്തിയതും ഈ MDMA കണ്ടെത്തിയതും ഇന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഈ ഒരു വിവരം അറിഞ്ഞ് അദ്ദേഹവും ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം ഈ ഒരു സംഭവം അറിഞ്ഞപ്പോഴാണ് അകത്ത് കയറി നോക്കുന്നത്. ഫാമിലിക്ക് ഫ്ളാറ്റ് കൊടുത്തതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് അദ്ദേഹം കയറി നോക്കിയിട്ടില്ല. തന്നെയല്ല, അങ്ങനെ ഈ ഒരു ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് ബാക്കി നിരീക്ഷണങ്ങളൊന്നും അദ്ദേഹം നോക്കിയിരുന്നില്ല. കാരണം ഫാമിലിയായിട്ട് താമസിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രൈവസി വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്തായാലും ഈ ഒരു സംഭവം നടന്ന സമയത്താണ് അദ്ദേഹത്തിനും ഇത്തരത്തിലുള്ള സംഭവം മനസ്സിലായത്. പോലീസ് വിളിച്ച് വരുത്തിയപ്പോഴാണ് അദ്ദേഹം, ചേട്ടന്റെ പേരെന്താണ്? അലി അക്ബർ എന്നാണ് ചേട്ടന്റെ പേര്. ചേട്ടനും ഈ സംഭവം അറിഞ്ഞപ്പോഴാണ് ചേട്ടനും ആകെ ഞെട്ടിപ്പോയി. കാരണം ഇത്തരത്തിലൊരു സംഭവം ഒരിക്കലും ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും 16 ഗ്രാം അടങ്ങുന്ന MDMA ആണ് ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറൊക്കെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം മിനിറ്റുകൾക്കകം ഈ പ്രതികളെ ഇപ്പോൾ പോലീസ് പുറത്തു കൊണ്ടുവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പത്തനാപുരവുമായി ബന്ധപ്പെട്ട് ലഹരി മാഫിയ സംഘങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നു എന്നതിന്റെ ഒരു നേർരേഖയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തനാപുരവുമായി ബന്ധപ്പെട്ട് ലഹരി മാഫിയ സംഘങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് സ്കൂളിന് സമീപമുള്ള സെന്റ് സ്റ്റീഫൻസ് സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തുള്ള പെയിന്റ് കടയ്ക്ക് മുകളിലത്തെ ഫ്ളാറ്റിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. പോലീസ് ഏകദേശം മാസങ്ങളോളം ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് തെരച്ചിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള രഹസ്യ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ പ്രതികൾ. എന്തായാലും ഇവിടെ ഫ്ളാറ്റ് എടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന മജീദ് എന്ന് പറയുന്ന ഈ പ്രതികളിൽ ഒരാളായ മജീദ് എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 പേരെയാണ് പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ മുഖം കാണിക്കാൻ ഇപ്പൊ പോലീസ് അത് പോയി. എന്നാലും മജീദിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മജീദിനോടൊപ്പം പ്രപ്പാസ്, അല്ലമീൻ, ആഷിഖ് മുഹമ്മദ് എന്നീ പത്തനാപുരം സ്വദേശികളെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ മുഖം കാണിക്കാത്തത് ഈ ഫ്ളാറ്റിനകത്ത് പോലീസിന്റെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് നമുക്ക് കടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പോലീസ് അങ്ങോട്ട് മാധ്യമങ്ങളെ കടത്തിവിടത്തില്ല. അതിനുശേഷം ഇവരെ പുറത്തു കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ പ്രതികളുടെ മുഖം കാണിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 16 ഗ്രാം MDMA ആണ് ഇപ്പോൾ ഈ പ്രതികളിൽ നിന്നും, പ്രപ്പാസ്, അല്ലമീൻ, ആഷിഖ് മുഹമ്മദ്, മജീദ് എന്നീ പ്രതികളിൽ നിന്നും പത്തനാപുരം സ്വദേശികളിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ച വിവരം. കൊല്ലം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈയൊരു അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. രഹസ്യ പോലീസാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നിട്ട് നിന്നത്. അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ക്വാഡുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ അവർ മാസങ്ങളോളം നിരീക്ഷിക്കുകയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്തനാപുരവുമായി ബന്ധപ്പെട്ട് ധാരാളമായ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തനാപുരത്തെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങളും പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പത്തനാപുരം പിടവൂരിൽ നിന്നും കഞ്ചാവ് ഉൾപ്പെട്ട ആംബുലൻസ്
പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. അതും ഈ കൊല്ലം റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. അതും ആ അന്വേഷണത്തിന് പുറകിലും. ഇപ്പോൾ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ നിന്നും SI ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ ഒരു ഫ്ളാറ്റിലെത്തി ഇവരെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാസങ്ങൾക്ക് മുമ്പാണ് പത്തനാപുരം പിടവൂരിൽ നിന്നും ആംബുലൻസിൽ നിന്നും യുവാക്കളെ പിടികൂടിയത്, കഞ്ചാവുമായി പിടികൂടിയത്. ആ ഒരു വാർത്ത ജനങ്ങളാകെ ഞെട്ടിയിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ആ ഒരു വാർത്ത ഇപ്പോൾ അറിഞ്ഞതിന് ഏകദേശം മാസങ്ങൾ ആകുന്നതേ ഉള്ളൂ. ഇപ്പോൾ പത്തനാപുരം ടൗണിൽ നിന്നും ഇത്തരത്തിലൊരു സംഭവം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. 16 ഗ്രാമോളം വരുന്ന MDMA ആണ് ഇപ്പോൾ ഈ യുവാക്കളിൽ നിന്നും പിടികൂടിയത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രഭുദാസ്, അല്ലമീൻ, ആഷിഖ് മുഹമ്മദ്, മജീദ് എന്നീ യുവാക്കളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഏകദേശം 16ഓളം ഗ്രാമോളം MDMA ഇപ്പോൾ ഈ യുവാക്കളിൽ നിന്നും പിടികൂടി. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യുവാക്കളിൽ ഒരാൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഈ വാടകയ്ക്ക് താമസിച്ചപ്പോൾ ആ യുവാവിന്റെ കൂടെയുള്ള കുടുംബത്തെ മറ്റൊരിടത്തേക്ക് മാറ്റിയതിനു ശേഷമാണ് ഈ പ്രതികളെ ഇവിടെ വിളിച്ചു വരുത്തിയതും ഇത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വിപണനങ്ങൾ നടന്നതും എന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള രഹസ്യ പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു സംഘം ഇപ്പോൾ അന്വേഷണം നടത്തി ഇവരെ പിടികൂടുന്നത്. ഇവരുടെ കയ്യിൽ നിന്നും 16ഓളം ഗ്രാമോളം അടങ്ങുന്ന MDMA ആണ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും പത്തനാപുരത്തെ സംബന്ധിച്ച് പത്തനാപുരത്തെ ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു വാർത്തയെ കൊണ്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ SI ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രതികളുടെ മുഖങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കാത്തത്. അല്പസമയത്തിനകം സ്റ്റേഷനിൽ അറസ്റ്റ് വരിച്ച് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ പ്രതികളുടെ മുഖം കാണിക്കാൻ സാധിക്കും. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പത്തനാപുരത്ത് നിന്നും നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കാനുള്ളത്. നമുക്കറിയാം, തൊട്ട് മുന്നിൽ മൗണ്ട് താബോർ ഹയർ സെക്കൻഡറി സ്കൂളാണ് പത്തനാപുരത്തെ. ഇവിടെ നിരവധി കുട്ടികളാണ് ഗ്രൗണ്ടിലും കോളേജുകളിലും സ്കൂളിലുമായി പഠിക്കാനൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം. അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഒരു MDMA-യുമായി ഇപ്പോൾ 4 യുവാക്കൾ പിടിയിലായിരിക്കുന്നത്. 16 ഗ്രാം MDMA ആണ് ഈ 4 പേരിൽ നിന്നുമായി ഈ ലോഡ്ജിൽ നിന്നും പിടികൂടിയത്. മജീദ് കഴിഞ്ഞ 1.5 വർഷത്തോളമായി ഈ ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്നു. അതിനുശേഷം ഇവരുടെ സുഹൃത്തുക്കൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോകാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത മുറികളിലോ അല്ലെങ്കിൽ താഴെ ഈ ഉടമസ്ഥൻ്റെ തന്നെ കട സ്ഥാപനം ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് പെയിൻറ് വർക്ക്ഷോപ്പ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും യാതൊരുവിധ സംശയങ്ങളൊന്നും തന്നെ ഇവർക്കെതിരെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പോലീസ് എത്തി ഇവരെ പിടികൂടിയപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതായിട്ട് ഇവരും അറിയുന്നത്. ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പ്രതികരിച്ചത് വളരെ ഷോക്കായി പോകുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ലഹരി വസ്തുക്കളും മറ്റും ഉപയോഗിക്കുന്നവരായിട്ട് യാതൊരുവിധ അറിവുകളോ ഒന്നും ലഭിച്ചിരുന്നില്ല. ഫാമിലി ആയതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഈ മുറി വാടകയ്ക്ക് കൊടുത്തത് എന്നുള്ളതൊക്കെയാണ് നമ്മളോട് പങ്കുവച്ചത്. ഇപ്പോൾ നിരവധി പേര് ഇവിടെ എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട്. പത്തനാപുരം ടൗണിലാണ് ഇത്തരത്തിൽ. പത്തനാപുരം മൗണ്ട് താബോർ സ്കൂളിന് എതിർവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന
ലോഡ്ജ് മുറിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഇന്ന് ഉണ്ടായത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പോലീസ് സംഘം ഇവിടെ എത്തി ഇവരെ പിടികൂടുന്നത്. പത്തനാപുരം പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പത്തനാപുരം പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അകത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. 4 പ്രതികളാണ് ഇതിലുണ്ടായിരുന്നത്. പ്രഭുദാസ്, അല്ലമീൻ, ആഷിഖ് മുഹമ്മദ്, മജീദസ് എന്നിങ്ങനെ 4 പേരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇവർ 4 പേരും പത്തനാപുരം സ്വദേശികളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പനിമിഷത്തിനുള്ളിൽ തന്നെ ഈ പ്രതികളെ പുറത്തേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം 5:30 ആകുന്നു. 5:30 കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രതികളെ ഇവിടെ നിന്നും പിടികൂടുന്നത്. അതിനുശേഷം അന്നേരം മുതൽ ആ സമയം മുതൽ ഇപ്പോൾ പോലീസ് നടപടിക്രമങ്ങൾ ഇവിടെ നടന്നു വരികയാണ്. മാരക ലഹരി വസ്തുവായ MDMA ആണ് ഇവരുടെ പക്കൽ നിന്ന് പിടികൂടിയത്. ഏകദേശം 16 ഗ്രാം MDMA ആണ് ഈ 4 പേരിൽ നിന്നും ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. നടപടിക്രമങ്ങൾ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഹാളിൽ ആണ് പോലീസ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഹാളിൽ തന്നെയാണ് 2 പേരുള്ളത്. അതുകൂടാതെ മറ്റ് 2 പ്രതികൾ തൊട്ടടുത്ത റൂമിലുമായിട്ടാണ് ഉള്ളത്. അങ്ങനെ 4 പ്രതികളാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുള്ളത്. മാരക ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ പ്രദേശത്തും കൊല്ലം റൂറലിൻ്റെ കീഴിൽ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഡാൻസാം സംഘം ഇത്തരത്തിൽ രഹസ്യമായി നിരവധി സ്ഥലങ്ങളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പോലീസ് ശക്തമായിട്ടുള്ള നടപടികളാണ് ഇതിനെതിരെ സ്വീകരിച്ചു വരുന്നത് നാളിതുവരെ. ഇതിനു മുന്നേ പത്തനാപുരം 1.5 മാസം മുമ്പാണ് പത്തനാപുരം പിടവൂരിൽ നിന്നും 4 കിലോ കഞ്ചാവുമായി ആംബുലൻസ് ഡ്രൈവറെ ഉൾപ്പെടെ 2 പേരെ പിടികൂടുന്നത്. അതിനുശേഷമാണ് വീണ്ടും പത്തനാപുരത്ത് നിന്നും MDMA പോലുള്ള ഒരു മാരക വസ്തുക്കളുമായി വീണ്ടും 4 പേർ പിടിയിലാവുന്നത്. അങ്ങനെ നിരവധി ലഹരി ഉപയോഗിക്കുന്ന യുവാക്കൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് യുവാക്കളുടെ ഇടയിലുള്ള ലഹരി ഉപയോഗം. കൂടുതലും എടുത്തു പറയേണ്ടത് ഇപ്പോൾ പിടികൂടുന്ന മിക്ക കേസുകളിലും യുവാക്കൾ തന്നെയാണ് പിടിയിലാകുന്നത്. അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തനാപുരത്ത് നിന്നും 1.5 മാസത്തിനിടെ 2ാമത്തെ കേസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പത്തനാപുരത്തിൻ്റെ ഹൃദയഭാഗമായ മൗണ്ട് താബോർ സ്കൂളിന് എതിർവശത്തുള്ള ലോഡ്ജിംഗ് മുറിയിൽ നിന്നുമാണ് ഇപ്പോൾ 4 യുവാക്കളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതികളെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് വേണ്ടി നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പോലീസ് ഇപ്പോൾ പ്രതികളെ പുറത്തേക്ക് എത്തിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാലോളം അടങ്ങുന്ന
യുവാക്കളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രതികളുടെ മുഖം കാണിക്കാൻ സാധിക്കാത്തത് ഇവിടെ അകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് മസർ എഴുതുകയാണ്. അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രതികളുടെ മുഖം ഇപ്പോൾ കാണിക്കാൻ സാധിക്കാത്തത്. പ്രേക്ഷകർ ദയവ് ചെയ്ത് ഒന്ന് ക്ഷമിക്കുക. അല്പസമയത്തിനകം നമുക്ക് ഈ പ്രതികളുടെ മുഖം കാണിക്കാൻ സാധിക്കും. എസ് ഐ ഉൾപ്പെടെയുള്ള സംഘം അകത്തുണ്ട്. അവർ പറഞ്ഞത് ഈ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഫ്ളാറ്റിന് വെളിയിൽ നിന്ന് ഈ ഒരു ലൈവ് ചെയ്യുന്നത്. എന്തായാലും ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഒരു വിവരം, രഹസ്യാന്വേഷണ വിവരം പോലീസിന് കിട്ടിയത്. ഇവിടെ നിന്നും ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘങ്ങൾ ലഹരി വിപണനവും ഉപയോഗവും നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള രഹസ്യ പോലീസ് സംഘം പത്തനാപുരം കേന്ദ്രീകരിച്ച് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്തനാപുരം സ്വദേശികളായ 4 യുവാക്കളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പത്തനാപുരം സ്വദേശികളായ 4 യുവാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 16 ഗ്രാമോളം വരുന്ന MDMA ആണ് ഇപ്പോൾ പോലീസ് ഇവരിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രഭുദാസ്, അലമീൻ, ആഷിഖ് മുഹമ്മദ്, മജീദ് എന്നീ പ്രതികളാണ് എന്നീ യുവാക്കളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 16 ഗ്രാമോളം വരുന്ന MDMA ആണ് ഇപ്പോൾ ഈ പോലീസ് ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിച്ച വിവരം. ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രതികളുടെ മുഖം നമുക്കിപ്പോൾ കാണിക്കാൻ സാധിക്കുന്നത്. പോലീസ് അല്പസമയത്തിനകം ഈ പ്രതികളുമായി വെളിയിലേക്ക് വരും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ മുഖം കാണിക്കാം. എന്തായാലും പത്തനാപുരത്തെ സംബന്ധിച്ച് പത്തനാപുരത്ത് ലഹരി മാഫിയ സംഘങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു നേർചിത്രം കൂടിയാണ് ഈ ഒരു വാർത്ത. ഈ ഒരു വിഷയം അതുമായി ബന്ധപ്പെട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 16 ഗ്രാമോളം വരുന്ന മാരക ലഹരി മരുന്നാണ് MDA. നമുക്കൊക്കെ അറിയാം, യുവാക്കളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗം നടക്കുന്ന ലഹരി മരുന്ന് കൂടിയാണ് MDMA. ഈ MDMA എന്ന ഈ ഒരു മാരകമായ ലഹരി മരുന്നാണ് ഇപ്പോൾ ഈ ഒരു യുവാക്കളിൽ നിന്നും, ഈ 4 യുവാക്കളിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പത്തനാപുരം സെന്റ് സ്റ്റീവൻസ് ഗ്രൗണ്ടിന് സമീപത്തുള്ള ലോഡ്ജിൽ നിന്നാണ് ഇവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലോഡ്ജിൽ മജീദ് എന്ന ചെറുപ്പക്കാരന്റെ കുടുംബം അടക്കം താമസിച്ചിരുന്നു. അവിടെ നിന്നും ആണ് ഇപ്പോൾ പോലീസ് ഈ MDMA ഉൾപ്പെടെയുള്ള മാരകമായ മരുന്നുമായി യുവാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. റൂറൽ സ്പീഡാണ്. ഞാൻ വിളിച്ചായിരുന്നു. വിളിച്ചു. ഞാൻ വിളിച്ചു. വിനോദേ, താക്കൂർ വണ്ടി നിർത്തും.
ലോഡ്ജിൽ നിന്നും പ്രതികളെ പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. 4 പ്രതികളാണുള്ളത്. ദൃശ്യങ്ങൾ കാണുന്ന 4 പ്രതികളെയാണ് ഈ ലോഡ്ജ് മുറിയിൽ നിന്നും ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ മാരകലഹരി വസ്തുവായ MDMA പിടിയിലായ 4 പ്രതികളെ ഇപ്പോൾ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്ത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് കണ്ടത്. ദൃശ്യങ്ങൾ കാണുന്ന ഈ ലോഡ്ജിൽ നിന്നുമാണ് ഇപ്പോൾ ഇവരെ പിടികൂടിയിരിക്കുന്നത്. 3ാം നിലയിൽ ഈ AKB പെയിന്റ് ഹൗസിന് മേളിലായി സ്ഥിതി ചെയ്യുന്ന 3ാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന ലോഡ്ജ് മുറിയിൽ നിന്നുമാണ് ഇപ്പോൾ 3 പേരെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. 4 പേരെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. SP-യുടെ നേതൃത്വത്തിലുള്ള രഹസ്യ പോലീസാണ്, ഡാൻസ് ഓഫ് സംഘമാണ് ഇവിടെ ഈ മുറിയിൽ നിന്നും പിടിയിട്ടുള്ളത്. ഇവരുടെ പക്കൽ നിന്നും 16 ഗ്രാം MDMA ആണ് കണ്ടെത്തിയിരിക്കുന്നത്. പത്തനാപുരത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കൊട്ടാരം ന്യൂസിലൂടെ കണ്ടത്. ലൈവ് വേണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി. എന്തായാലും പത്തനാപുരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പത്തനാപുരം കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ സംഘങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു നേർചിത്രം കൂടിയാണ് ഈ ഒരു വാർത്ത എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കൊല്ലം റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള രഹസ്യ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു 4 സംഘത്തെ പിടികൂടിയത്. പത്തനാപുരം സ്വദേശികളാണ് ഈ 4 സംഘവും. ഈ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഫ്ളാറ്റിലായിരുന്നു അവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഈ 4 സംഘമല്ല, ഈ കൂട്ടത്തിലുള്ള ഒരു മജീദ് എന്ന് പറയുന്ന ഒരു യുവാവാണ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചത്. ആ യുവാവ് ഇവിടുത്തെ സ്വന്തം ഫാമിലിയുമായാണ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഫ്ളാറ്റിന്റെ ഉടമസ്ഥൻ കൂടുതലായി കാര്യങ്ങൾ തിരക്കാറില്ലായിരുന്നു. ഈ കൂട്ടുകാരെന്ന മുഖേന ഇവർ വന്നിരുന്നത് ഈ ലഹരി മറ്റ് ഉപയോഗത്തിനും അതിന്റെ വിപണനത്തിനുമൊക്കെ ആയിരുന്നു എന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നു. എന്തായാലും ഇന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫ്ളാറ്റിൽ എത്തിയപ്പോഴാണ് ഈ ഫ്ളാറ്റിന്റെ ഉടമസ്ഥൻ പോലും ഈ ഒരു വിവരം അറിയുന്നത്. എന്തായാലും നമ്മൾ ഈ ഒരു വിവരവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം 16 ഗ്രാമോളം അടങ്ങുന്ന MDMA ആണ് ഇപ്പോൾ പോലീസ് ഇവരിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. പത്തനാപുരം ലോക്കൽ സ്റ്റേഷനിൽ നിന്നുള്ള SI അടങ്ങുന്ന സംഘം ഇപ്പോൾ ഈ ഒരു പ്രതികളെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ഒപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം 4ഓളം അടങ്ങുന്ന യുവാക്കളാണ്, ഈ പത്തനാപുരം സ്വദേശികളായ 4ഓളം അടങ്ങുന്ന യുവാക്കളാണ് ഈ ഒരു ലഹരി മാഫിയ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഈ ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. പത്തനാപുരവുമായി ബന്ധപ്പെട്ട് ലഹരി മാഫിയ സംഘങ്ങൾ ധാരാളമായി വർദ്ധിക്കുന്നു എന്നതിന്റെ ഒരു നേർചിത്രമാണ് ഈ ഒരു വാർത്ത. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ തത്സമയം കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരും ഈ വാർത്ത മറ്റുള്ളവരിലേക്കൊന്ന് പങ്കുവെക്കുക. ഈ ഒരു വാർത്ത ഇപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നു. മറ്റ് തത്സമയമായി വരുന്നതുവരെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.